ഇത് ഫുൾ എങ്ങനെ ഇരിക്കുന്നു. നമ്മൾ കറക്റ്റ് റിവ്യൂസ് നോക്കാതെ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്നു, മനസ്സിലായില്ലേ? ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് ഇതിനകത്ത് പൊട്ടിക്കുന്നതിന് മുന്നേ ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് നെയിം സ്ലിപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഏതാ ഭാഷ? ചൈനയാണ് തോന്നുന്നുണ്ട് അല്ലേ? ഏതോ ഒരു ഭാഷയിലാണ് ഇതിൻ്റെ നെയിമും ക്ലാസ്സും. നമുക്ക് ഗസ് ചെയ്യാം. നെയിം സ്ലിപ്പുകൾ നമുക്ക് പുതിയതല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഗസ് ചെയ്യാം. മേ ബി ദിസ് ഈസ് നെയിം ആൻഡ് സ്റ്റാൻഡേർഡ് ഓർ സബ്ജക്റ്റ്. ഇത് എഴുതാനുള്ളതായിരിക്കാം. ഇത് റാപ്പാണ് കേട്ടോ. നമ്മുടെ പുസ്തകങ്ങൾ പൊതിയുന്ന നമ്മുടെ പൊതിപ്പുകളാണ്. ട്രാൻസ്പെറൻ്റ് ആണ്. നോട്ട്ബുക്കിൻ്റെ കളർ എന്താണോ അത് പുറത്തേക്ക് കാണും. അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് മെഷർമെൻറ്റ് ഇതിനകത്തുണ്ട്. അതനുസരിച്ചിട്ടായിരിക്കാം നമ്മളിത് റാപ്പ് ചെയ്യേണ്ടത്. ഇതെങ്ങനെയാണ് റാപ്പ് ചെയ്യാന്നുള്ളത് നോക്കി ഞാനത് കാണിച്ചു തരാം. നമ്മൾ റാപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പുസ്തകമാണ്. ടെലിഗ്രാമിൽ തന്നെ മീഷോ പ്രൊഡക്റ്റിൻ്റെ റിവ്യൂവിൽ നല്ല റിവ്യൂവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. 30 പീസസ് ആണ് വരുന്നത്. 10 ടെക്സ്റ്റ് ബുക്കിനും 10 വലിയ നോട്ട്ബുക്കിനും 10 നമ്മുടെ ചെറിയ നോട്ട്ബുക്കിനും. ആ രീതിയിലാണ് ഇതിൻ്റെ മെഷർമെൻറ്റ്സ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇത് ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് ജെനുവിൻലി ഫീൽ ചെയ്ത കാര്യം നല്ല ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള റാപ്പിൽ നിന്ന് ഇതിലേക്ക് വരുന്ന സമയത്ത് ഇത് ഭയങ്കര സ്റ്റിക്കിയാണ്. ഞാനിത് ഉപയോഗിച്ച സമയത്ത് ഒരു മിസ്റ്റേക്ക് ചെയ്തു. 2 ഭാഗം ഒരേ തവണ അതിൻ്റെ സ്റ്റിക്കി ഭാഗം നമ്മൾ കീറിയെടുത്തു. അപ്പോൾ അത് ഒരുപാട് ബുദ്ധിമുട്ടായി. ഒരു ഭാഗം ഫോൾഡ് ചെയ്തിട്ട് വേണം മറ്റേ ഭാഗം എടുക്കാനായിട്ട്. അതുമല്ല, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ബാക്ക് ടു നോർമലിലേക്ക് പോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ക്ഷമയോടുകൂടി നല്ല കാര്യക്ഷമതയോടുകൂടി നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ടു ഫോളോ മൈ പേജ് ആൻഡ് കമൻറ്റ് ഫോർ ദി ലിങ്ക്. താങ്ക് യു.